അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇലുകും ലഅല്ലകും തദക്കറൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കളെ, ഉസ്താദുമാരെ, അറിവിൻ്റെ പുലരിയിലേക്ക് ഒരു ഇസ്ലാമിക കവാടം എന്ന ഈ മഹത്തായ കൂട്ടായ്മയിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് ആഗതമാവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും അവരിലേക്ക് സ്വലാത്തുകളും സലാമുകളും പതിവാക്കാനുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച നാം ഉണർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഇഷ്ടം കരസ്ഥമാക്കാനും അവിടത്തോടു കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും അവിടുത്തെ അധ്യാപനങ്ങളെ കുറിച്ചുമൊക്കെ കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. നല്ലതായ ചുറ്റുപാടുകൾ, നല്ലതായ കൂട്ടുകാർ, നല്ല വായന, ഇതെല്ലാം മനുഷ്യരിൽ നല്ലതായ ഗുണങ്ങൾ സൃഷ്ടിക്കും. നേരെ മറിച്ച് ചീത്ത സാഹചര്യങ്ങളിൽ, അതുപോലെ തന്നെ മോശമായ കൂട്ടുകെട്ടുകളും ദുഷിച്ചതായ ബന്ധങ്ങളും ഇതെല്ലാം മനുഷ്യരെ ചീത്തയാക്കുകയും ചെയ്യും. പണ്ടുള്ളവർ പറയുന്നത് പോലെ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നാണല്ലോ പഴമൊഴി. ഇതാണ് പൊതുവായിട്ടുള്ളൊരവസ്ഥ. നമ്മളെപ്പോഴും നല്ലതിനോട് കൂടെ നിൽക്കണം. നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപഴകണം. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേക സംരക്ഷണത്തിലായിരുന്നു വളർന്നു വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ജാഹിലിയ്യ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നത്. ശിർക്കും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അക്രമവും ലഹരി പദാർത്ഥങ്ങളുടെയും അമിതമായ ഉപയോഗം, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റുപാടും കൊടികുത്തി വാണ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്നത്. യതീമായിക്കൊണ്ട് വളർന്നിട്ടും അതിൻ്റെ ഒരു അംശം പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തേക്ക് അതൊരംശം പോലും തൊടാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വിശുദ്ധി എത്രത്തോളമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഫവല്ലാഹി മാ ഹമംതു ബിസൂഇ മിമ്മാ യഅമലു അഹ്ലുൽ ജാഹിലിയ്യത്തി ഹത്താ അക്രമനി അല്ലാഹു അസ്സ വജല്ല ബിനുബുവ്വതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർ പ്രവർത്തിച്ചിരുന്നതായ ഒരു മോശമായ പ്രവർത്തനവും അവിടത്തേക്ക് സ്പർശിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അത്രയേറെ ആദരിച്ച് വളർത്തിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു വളർത്തിയത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തർബിയത്തിലായിരുന്നു എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത്തരത്തിലായിരുന്നു. എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമുക്കറിയാം, അവിടുത്തെ എതിർചേരിയുടെ നായകനായിരുന്ന അബൂ സുഫിയാൻ ഇർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ സത്യവാങ്മൂലം ഇതിന് വല്ലാത്തൊരു തെളിവാണ്. അബൂ സുഫിയാനെയും സംഘത്തെയും ഹിർക്കൽ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചിലത് ചോദിക്കും, അതിന് നിങ്ങൾ സത്യം പറയണമെന്ന് ഹിർക്കൽ രാജാവ് അവരോട് പറഞ്ഞു, കരാറ് പറഞ്ഞു. കളവ് പറഞ്ഞാൽ തുറന്നു പറയണമെന്ന് അബൂ സുഫിയാന്റെ കൂട്ടത്തിലുള്ളവരോടും പറഞ്ഞു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
കുറിച്ച് അവിടത്തോട് ചോദിച്ചാൽ സത്യം പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിർചേരിയിലുണ്ടായിരുന്ന അബൂ സുഫിയാനോടാണ് ഹിറക്കൽ രാജാവ് ചോദിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് രാജാവ് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. അബൂ സുഫിയാന് സത്യം പറയുകയല്ലാതെ വേറെ വഴിയില്ല. ശ്വാസം മടക്കി പിടിച്ചുകൊണ്ടാണ് സദസ്സ് ഇതൊക്കെ കേട്ടത്. ഫഹൽ കുൻതും തത്തഹിമുനഹു ബിൽ കദിബ്, ഈ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് ചെയ്യുന്നവനാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അബൂ സുഫിയാൻ പറഞ്ഞത് ഇല്ല, അവിടുന്ന് കളവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഫഹൽ യഗ്ദിറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചതി നടത്തുന്നുമോ എന്ന് ചോദിച്ചപ്പോഴും അവിടുന്ന് അബൂ സുഫിയാൻ അവിടുന്ന് പറഞ്ഞത് ഇല്ല എന്നാണ്. വനഹ്നു മിൻഹു ഫീ മുദ്ദത്തിൻ ലാ നദ്രി മാ ഹുവ ഫായിലുൻ ഫീഹാ, ഞങ്ങളും നബി തങ്ങളുമൊക്കെ ഇപ്പോൾ ഒരു കരാറിലാണുള്ളത്, ഹുദൈബിയ കരാറിലാണ്. അതിലിനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നേ അബൂ സുഫിയാന് പറയാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ശത്രുക്കൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തള്ളിപ്പറയാനോ അവിടുത്തെ സൽസ്വഭാവത്തെക്കുറിച്ച് മോശമായി പറയാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കണം. മറ്റൊന്ന് ഹിർക്കൽ രാജാവിന് അറിയേണ്ടതായ ഒരു കാര്യം പ്രത്യേകമായിട്ട് എന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ കുറിച്ചായിരുന്നു. അവിടുന്ന് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് രാജാവിൻ്റെ ചോദ്യത്തിന് അബൂ സുഫിയാന്റെ മറുപടി എന്തായിരുന്നു? അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് സത്യസന്ധത പുലർത്തണമെന്നാണ്, നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണമെന്നാണ്, ലൈംഗിക വിശുദ്ധി പാലിക്കണം, കുടുംബ ബന്ധം ചേർക്കണം എന്നുള്ളതൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്നാണ് അബൂ സുഫിയാന് നൽകാൻ കഴിഞ്ഞിട്ടുള്ള മറുപടി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ അബൂ സുഫിയാൻ എണ്ണി പറഞ്ഞു. അപ്പോൾ എത്രയെത്ര മഹത്തരമായ ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇലുകും ലഅല്ലകും തദക്കറൂൻ. സമാനമായ മറ്റൊരു സംഭവം കൂടി പറയാം. നജാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ദൗത്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തി. എന്താണത്? അയ്യുഹൽ മലിക്, അയ്യോ ഹേ രാജാവേ, കുന്നാ ഖൗമൻ അലശ്ശിർക്ക്, ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നതായ ഒരു സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു. നഅബുദുൽ ഔസാന വനഅകുലുൽ മൈതത വനുസീഉൽ ജിവാര വനസ്തഹില്ലുൽ മഹാരിമ വദ്ദിമാ, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുമായിരുന്നു, ചത്ത ശവങ്ങളെ ഭക്ഷണം കഴിക്കുമായിരുന്നു, അയൽവാസികളോട് മോശമായി പെരുമാറും, വനസ്തഹില്ലുൽ മഹാരിമ വദ്ദിമാ, ഹറാമിനൊക്കെ ഹലാലാക്കും. അങ്ങനത്തെയുള്ള സമൂഹത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഫബഅസല്ലാഹു ഇലൈനാ നബിയ്യൻ മിൻ അൻഫുസിനാ, ഞങ്ങളുടെ ഖുറൈശികളിൽ നിന്ന് ഒരു നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് അയച്ചു. നഅരിഫു വഫാഅഹു വസിദ്ഖഹു വഅമാനതഹു, അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധതയും ആ വിശ്വാസവും ആ അമാനത്തുമൊക്കെ ഞങ്ങൾക്കറിയും. ഫദആനാ ഇലാ അൻ യഅ്ബുദല്ലാഹ വഹദഹു വനസില റഹിമ വനുഹ്സിനുൽ ജിവാര വനുസല്ലി വനസൂമാ, അങ്ങനെ അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആലയെ ആരാധിക്കാനാണ്. വനസില റഹിം, കുടുംബബന്ധം ചേർക്കാനും അയൽവാസികളോട് നല്ലതുപോലെ പെരുമാറാനും നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനുമാണ് അവിടുന്ന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ എല്ലാം നിയലിച്ച് നിൽക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമുന്നതമായ മാനവിക മൂല്യങ്ങളാണ്, സംസ്കാരങ്ങളാണ്. അവിടുത്തെ ആ മാനവിക മൂല്യങ്ങളിൽ അനുകൂലികൾ മാത്രമല്ല പ്രതികൂലികളും പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇതൊരു ജനതയുടെ സാക്ഷി പത്രമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിട്ടുവീഴ്ച എത്രത്തോളമാണ്. ഇമാമയിലെ രാജാവായ സുമാമത്ത് ബിൻ ഉസാൽ മദീനയിൽ വെച്ച് ദീന് സ്വീകരിച്ചു. അങ്ങനെ തുടർന്ന് അദ്ദേഹം ഉംറയ്ക്ക് വേണ്ടി പോയി. ഉംറയ്ക്ക് വേണ്ടി മക്കയിലെത്തിയ സുമാമ അവിടെ ചെന്ന സുമാമ റളിയല്ലാഹു അൻഹു ഖുറൈശികളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടു. അപ്പോൾ അവരതിനെ നിരാകരിച്ചു, അവരതിന് തയ്യാറായില്ല, മക്കയിലെ ഖുറൈശികൾ. അപ്പോൾ സുമാമ പ്രഖ്യാപിക്കുകയാണ്, വല്ലാഹി ലാ യഅതീകും മിനൽ യമാമ ഹബ്ബതു ഹിൻദത്തിൻ ഹത്താ യഅദന ഫിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം തരുന്നത് വരേക്കും യമാമയിൽ നിന്ന് ഒരു മണി ഗോതമ്പ് പോലും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയില്ല എന്ന്
യമാമയുടെ ഭരണാധികാരി ചക്രവർത്തി അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഉടനെ ഖുറൈശികൾ ഭയപ്പെട്ടു. കാരണം മറ്റെന്തും ഭയക്കാം, പക്ഷെ പട്ടിണി കിടക്കാൻ കഴിയൂല. ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കത്തെഴുതി സുമാമ റളിയല്ലാഹു അൻഹയിലേക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമക്ക് കത്തെഴുതി അയ്യുഹല്ലിയ ബൈനഹും വബൈനൽ ഹംലി, അവർക്കിടയിലും ആ ചരക്കിനിടയിലും നിന്ന് സുമാമ ഒയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. നോക്കൂ എത്ര സത്യസന്ധമായിട്ടാണ് അക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുന്നത്. മക്കയിലുള്ളവർ ശത്രുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടുന്ന് പുറത്താക്കിയവരാണ്, ഒരുപാട് അക്രമം ചെയ്തവരാണ്. പക്ഷേ നീതിയും ന്യായവും വിട്ടുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും ചെയ്യുകയില്ല എന്ന് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശത്രുവിനോടും നീതിയാണ്, ശത്രുവിനോടും നീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതായ വിഷയത്തിൽ ശത്രുവിനോടും നീതി കാണിച്ച ഒരേ ഒരു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാനും അവിടുത്തെ കുറിച്ച് മനസ്സിലാക്കാനും അവിടത്തോട് ഒരുപാട് അടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്തിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റബീഉൽ അവ്വലിൽ കടന്നു വരികയാണ്. അവിടുത്തെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സലാമുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുടെ വീട്ടിൽ വെച്ച് റബീഉൽ അവ്വൽ 15 നടക്കുന്ന പരിപാടിയിൽ എല്ലാവരും ഓരോ ഖത്തുമുകൾക്കുമൊക്കെ ഏറ്റെടുത്ത് കഴിയുന്ന രൂപത്തിലൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ പരിപാടിയിലേക്ക് ഹദിയ ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എല്ലാ വർഷവും റബീഉൽ അവ്വൽ 15 തങ്ങളുടെ വീട്ടിൽ പരിപാടി ഉണ്ടാകും. അതുപോലെ ഈ വർഷവും ഇൻഷാ അല്ലാഹ് വിപുലമായി നടത്തപ്പെടുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് എല്ലാവരും ഖത്തുമുകളൊക്കെ ഓതി അറിയിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാനും അവിടുത്തെ അധ്യാപനങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനുമൊക്കെ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയത്തോടുകൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.